ജീവിതത്തിലെ ഏത് നിമിഷങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നവരാണ് നമ്മൾ. ഏത് ജീവിതാവസ്ഥയിലും അത്തരത്തിൽ സന്തോഷം കണ്ടെത്തുവാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ നമുക്കറിയാം. എന്നാൽ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ജീവിതകാലം മുഴുവൻ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ചാവറ ഇൻസ്പയർ അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ടാണ്. ജന്മന HIV ബാധിതരായ കുഞ്ഞുങ്ങൾ കേരളത്തിലുണ്ട്. എത്ര പേരുണ്ട് എന്നറിയാമോ? 922 പേർ എന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കണക്ക്. ആരാണ് അവരുടെ ജീവിതത്തിലെ ദുരന്ത നിമിഷങ്ങൾ സമ്മാനിച്ചത് എന്ന് നമ്മൾ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. തങ്ങളറിയാതെ തങ്ങൾ ജനിച്ചു വീണപ്പോൾ തന്നെ HIV ബാധിതരായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ അവരുടെ രോഗത്തിന് ഉത്തരവാദി അവരുടെ മാതാവോ പിതാവോ ആയിരിക്കാം. അവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതാവാം. പാപകരമായൊരു ജീവിത സാഹചര്യത്തിൽ അവർക്കൊരു പക്ഷേ മറ്റൊന്നും ചിന്തിക്കാതെ അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ മക്കൾക്ക് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ സുഖപ്പെടാൻ അത്ര എളുപ്പമല്ലാത്ത ഒരു രോഗവും പേറി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ പലർക്കും മാതാപിതാക്കളില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ചിലർക്ക് ഒരാളേ ഉള്ളൂ, അപ്പനോ അമ്മയോ. അങ്ങനെ അപ്പനും അമ്മയും മരിച്ചുപോയി സഹോദരങ്ങളുടെ പരിപാലനയിൽ കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ പോകുവാൻ ഇടയായി. കഴിഞ്ഞയാഴ്ച ചാവറ ഇൻസ്പയറിൽ അംഗങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ സന്ദർശനം നടത്തുകയാണ്. വാതിൽ പോലുമില്ല, ഓടിൻ്റെ പകുതി അടർന്നു വീണ് കഴിഞ്ഞു. ഒരു ടർപ്പോളിൻ പുതച്ചിട്ടിരിക്കുകയാണ് ഓടിൻ്റെ മുകളിലൂടെ. അങ്ങനെ മഴയത്തും വെയിലത്തും ഒന്നുപോലെ അരക്ഷിതമായ അവസ്ഥയിൽ കഴിയുന്ന അമ്മയും മകളും കേരളത്തിന് വെളിയിലല്ല, കേരളത്തിനകത്തു തന്നെയാണ്. അവരുടെ അടുക്കൽ ചെന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ ദൈവം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത് എന്ന് വിലപിക്കുന്നതിന് പകരം അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെയായത് എന്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തിനു വേണ്ടിയാണ് ദൈവം ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത്. നിങ്ങളിലൂടെ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഒരുപക്ഷെ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ദർശന വഴികളെ പിൻചെന്നുകൊണ്ട് കേരളത്തിലെ തന്നെ ആദ്യത്തെ അഗതി മന്ദിരം 1868 കൈനഗിരിയിൽ ആരംഭിച്ച വിശുദ്ധ ചാവറ പിതാവിൻ്റെ ദർശന വഴികളെ പിന്തുടർന്ന് CMI CMC സഭാ വിഭാഗങ്ങൾ, ചാവറ പിതാവ് തന്നെ തുടങ്ങിയ ഈ 2 സന്യാസ സമൂഹങ്ങളിലെ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും കൂട്ടിരിക്കുവാൻ ഒരുങ്ങുന്നത്. ആരിലൂടെയാണ് പാവപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും ദൈവികമായ കാഴ്ചകളെത്തുന്നത്? അത് നമ്മിലൂടെ തന്നെയാണ്. നമ്മൾ അനുഗ്രഹീതരാണ് എങ്കിൽ അത് നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ അവകാശമായിട്ടുള്ളവർക്ക് കാവലിരിക്കുന്നതിന് വേണ്ടിയാണ്. നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം ശക്തനാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബലമില്ലാത്തവർക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നൽകുന്നു ഈ കാലങ്ങൾ. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാവ്യാമൃതത്തിലെ ഈ എപ്പിസോഡിൽ കേൾക്കുവാൻ പോകുന്ന ഗാനങ്ങൾ അത് നമ്മളെ ഈ ഒരു ചിന്ത സമർത്ഥമാക്കുവാൻ സഹായിക്കും. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ക്രൈസ്തവ ധാരയിൽ നിന്നും മലയാള സംഗീതത്തിന് ലഭിച്ച അനുഗ്രഹ സാന്നിധ്യമാണ് ജോൺസൺ മാഷ്. അദ്ദേഹം ഈണമിട്ട എത്രയെത്ര ഗാനങ്ങളാണ് ഇന്നും ആ ആത്മാവിനെ അനശ്വരമാക്കിക്കൊണ്ട് നമ്മുടെ ദേവാലയങ്ങളിൽ നിറഞ്ഞൊഴുകുന്നത്.
1989 സ്നേഹദീപിക എന്ന സംഗീതാൽബത്തിന് വേണ്ടി അദ്ദേഹം ഈണമിട്ട ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരണേ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായൊരു ഗാനമുണ്ട്. ആത്മാവ് അഴലുകൾ കൊണ്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അത് നീക്കി വരുന്നത് ദൈവികമായ ആത്മസ്പർശമാണ് എന്ന മനോഹരമായ വരികൾക്ക് അനശ്വരമായ സംഗീതമാണ് ജോൺസൺ മാഷ് നൽകിയത്. വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറയുന്ന സംഗീത ട്രൂപ്പിലൂടെയാണ് ജോൺസൺ മാഷ് കേരളത്തിൽ സജീവമാകുന്നത്. ഒരുപക്ഷെ ദേവരാജൻ മാഷ് അദ്ദേഹത്തെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എനിക്കും ബാബുരാജിനും ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്ത് ചിലത് ചെയ്യുവാൻ ഈ ചെറുപ്പക്കാരന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ജോൺസനെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ദേവരാജൻ മാഷ്, അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജോൺസൺ മാഷ് നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ദൈവം നൽകിയ വലിയ വരദാനം സംഗീതത്തിലൂടെ അദ്ദേഹം നമ്മളെ അനുഭവിപ്പിക്കുകയാണ്. നൂറുകണക്കിന് ഗാനങ്ങൾക്ക് ഈണമിട്ടുകൊണ്ട് ജോൺസൺ മാഷ് മലയാളത്തിലെ ഭക്തിഗാന ശാഖയിലും സിനിമാ രംഗത്തും ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത സാന്നിധ്യമായി. കേരളത്തിൽ ഇന്ന് ദേവാലയങ്ങളിൽ പാടുന്ന ഒട്ടനവധി ഗാനങ്ങൾ ജോൺസൺ മാഷുടേതാണ്. ആത്മസ്വരൂപ ആനന്ദരൂപ എന്ന മനോഹരമായ ഗാനം KL ആൻ്റണി സാർ നമുക്ക് വേണ്ടി ആലപിക്കുമ്പോൾ ഈ ഗാനത്തിൻ്റെ ഭക്തി സാധ്യത അത് നമ്മളുടെ ആത്മാവിനെ എത്രമാത്രം ദൈവത്തിലേക്ക് അടുപ്പിച്ചു നിർത്തും എന്ന് ചിന്തിക്കുക. ജീവിതകാലം മുഴുവൻ ഓർമ്മിച്ച് വയ്ക്കുവാനും തനിയെ ഇരുന്ന് പാടുവാനും ഏറ്റവും ശുദ്ധമായ സംഗീതം നമുക്ക് നൽകുന്നു ആത്മസ്വരൂപ. ഈ ഗാനം നമുക്ക് കേൾക്കാം. ആത്മസ്വരൂപ ആനന്ദരൂപ ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. െല്ലാം അകറ്റി ഞങ്ങളെ അകരാരു ശുദ്ധമായി തീർത്തിടണേ. അഴലുകളെല്ലാം അകറ്റി ഞങ്ങളെ അകരാരു ശുദ്ധമായി തീർത്തിടണേ. അനുപമ സ്നേഹത്തിൻ നീരടി പാടുവാനവികല നാഥാവരമരുൾക. നാഥാവരമരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക.
ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആശകളെല്ലാം നിറഞ്ഞൊരു ജീവിതം അടിയങ്ങൾ കാഴ്ചയായി നൽകിടുന്നു. ആനന്ദരാഗമായി അങ്ങിൽ ലയിക്കുവാനാദി സ്വരൂപ കൃപയരുൾക, നാഥാ കൃപയരുൾക. ആത്മസ്വരൂപ ആനന്ദരൂപ ആശ്വാസമേകുവാൻ നീ വരിക. ആകാശവീഥികൾ ചായിച്ചിറങ്ങി ആത്മാവിൻ വേദിയിൽ വാണരുൾക, ആത്മാവിൻ വേദിയിൽ വാണരുൾക, ആത്മാവിൻ വേദിയിൽ വാണരുൾക. കാവ്യാമൃതം. ഫാദർ ആബേൽ CMI എന്ന് കേൾക്കാത്ത മലയാളികളുണ്ടാവില്ല. ആരാണ് ആബേലച്ചനെന്ന് ആരെയും പഠിപ്പിക്കേണ്ടതുമില്ല. CMI സഭയിലൂടെ മലയാള ക്രിസ്തീയ ഗാനരംഗത്ത് അനശ്വരമായ ഗാനങ്ങൾ നൽകിയ മഹാനായ എഴുത്തുകാരനാണ് അദ്ദേഹം. ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനക്രമം നവീകരിക്കുന്നതിന് മുൻപ് ഏറ്റവും സുഭഗമായ ഗാനങ്ങൾ സഭയ്ക്ക് നൽകിയത്, മലയാളത്തിന് നൽകിയത് ആബേലച്ചനാണ്. സുറിയാനി ഭാഷയുടെയും ലത്തീൻ ഭാഷയുടെയും സഹായത്തോടുകൂടി ആ ഈണങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്ക് പുറമേ തനത് ശൈലിയിൽ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ അത് ഇന്നും മലയാളി ക്രൈസ്തവരെ അനശ്വരമായ ആത്മീയ അനുഭൂതിയിലേക്ക് നയിക്കുകയാണ്. വിഖ്യാത ഗായകനായ ഡോക്ടർ KJ യേശുദാസിൻ്റെ ആദ്യ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ആബേലച്ചൻ്റെ വരികളിലൂടെയായിരുന്നു. ദൈവമേ നിൻ ഗേഹം എത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ഈ ഒരു ഗാനം ദൈവത്തെ തേടുന്ന ഏതൊരു ഭക്തൻ്റെയും സാധനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ 1000 ദിവസത്തെ പോലെ തന്നെ ഒരു ദിവസം ശ്രേഷ്ഠമാണ് എന്നുള്ള ദൈവവചനം അത് ഈ ഗാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ ഒരു നിമിഷമെങ്കിലും, ഒരു ദിവസം അഹങ്കാരമാണ്, ഒരു നിമിഷമെങ്കിലും ആ ദൈവസന്നിധിയിൽ ഇരിക്കുവാനുള്ള കൃപ നൽകണം. അത് പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഏതൊരു ഭക്തൻ്റെയും ആവശ്യമാണ്. ആബേലച്ചൻ്റെ ഈ വരികൾ ഒരുപക്ഷെ 4 നൂറ്റാണ്ടിനപ്പുറം കേരളത്തിലെ ദേവാലയങ്ങളെ മാത്രമല്ല എല്ലാ കുടുംബങ്ങളിലും ആളുകൾ പാടി പ്രാർത്ഥിച്ചിരുന്ന ഈരടികളാണ്. ഇന്ന് പ്രശസ്ത യുവഗായകനായ ഗാഗുൽ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കളോടൊപ്പം അല്ലെങ്കിൽ മുത്തച്ഛന്മാരോടൊപ്പം അവരുടെ ആത്മാവിൻ്റെ ചേതനയെ സജീവമാക്കിയ ഈ ഗാനം നമുക്ക് വീണ്ടും ഏറ്റുപാടാം. മനോഹരമായ ദൈവാനുഭവം നൽകുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം ഗാഗുലിൻ്റെ സ്വരത്തിലൂടെ.
കണ്ണുകൾ നിൻ ദിവ്യശോഭ തഴുകി നിൽപ്പൂ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പൂ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. അഖില ലോകനായകന്റെ പാദപീഠം. തിരുവരങ്ങളൂറി നിൽക്കും ദിവ്യഗേഹം. നിത്യജീവനേകിടുന്ന പുണ്യതീർത്ഥം. വാനദൂതർ പാടിടും മനോജ്ഞഗേഹം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. ആരുമാരും കേൾക്കാത്ത നവ്യഗാനം. ആരുമാരും കാണാത്ത ദിവ്യസ്വപ്നം. മാരിവില്ലിൻ നിറം ചേർന്ന ചക്രവാളം. താരമാല ചാർത്തിടുന്ന വാനമേഘം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. കാവ്യാമൃതം. സ്വർഗീയമായ ഇടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആബേലച്ചൻ ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം എന്ന് എഴുതി തുടങ്ങിയത്. ആ ഗാനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ, സസ്യജന്തുജാലങ്ങളെല്ലാം, അതുമാത്രമല്ല ആകാശവും ഭൂമിയും ദൈവത്തിൻ്റെ ഗേഹമാണ്, വീടാണ് എന്ന് ആബേലച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചക്രവാളങ്ങൾ മഴവില്ലിൻ്റെ വർണ്ണാഭ ഒപ്പിയെടുക്കുന്ന ആ നിമിഷം അത് ദൈവസ്തുതിയായി അദ്ദേഹം പകർത്തുകയാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും അതെല്ലാം ദൈവത്തിന് സ്തുതികളായി മാറുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവസ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ അടയാളമാണ് എന്ന് തിരിച്ചറിയുന്ന ഭക്തനാണ് യഥാർത്ഥ കവി. ആബേലച്ചൻ അത്തരത്തിൽ യഥാർത്ഥ കവിയായിരുന്നു, ഭക്തനായ കവിയായിരുന്നു. ദൈവാനുഭവമുള്ള വരികൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു. ആ ഒരു ദൈവാനുഭവത്തിൻ്റെ തുടർച്ചയാണ് ഇന്നൊരു പക്ഷേ കേരളത്തിൻ്റെ ഭക്തിഗാന ശാഖകളിൽ നമ്മൾ കണ്ടെത്തുന്ന നൂറുകണക്കിന് ഈണങ്ങളും വരികളും. നമുക്ക് ഒരുപക്ഷെ കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡുകളിലൂടെ ഇത്തരത്തിൽ അനശ്വരമായ ഗാനങ്ങൾ വീണ്ടും കേൾക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി ഈ ഈണങ്ങൾ ചിട്ടപ്പെടുത്തിയ കെ ആൻ്റണി മാഷെ പോലുള്ള പ്രഗത്ഭരായ സംഗീതജ്ഞരെയും ആബേലച്ചനെയും അതുപോലുള്ള ഒട്ടനവധി എഴുത്തുകാരെയും ജോൺസൺ മാഷെയും ഒക്കെ ഓർമ്മിക്കുവാനും അവർ വഴി നമുക്ക് ലഭിച്ച ദൈവകാരുണ്യത്തിന് നന്ദി പറയുവാനുമുള്ള അവസരമായി മാറുകയാണ്. നമുക്ക് ആബേലച്ചനെ ഓർക്കാം, ജോൺസൺ മാഷയെ ഓർക്കാം, ആൻ്റണി മാഷയെ ഓർക്കാം. നമുക്ക് വേണ്ടി ഈ ഗാനങ്ങൾ ഇപ്പോൾ പാടിയ നമ്മുടെ സഹോദരങ്ങളെ ഓർക്കാം. ദൈവം നമുക്ക്
എത്രയോ ആളുകളിലൂടെയാണ് അനുഗ്രഹം പകരുന്നത്. ഈ ഒരു സമയം നമുക്ക് വേണ്ടി ഈ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുവാൻ, ഈ ഒരു എപ്പിസോഡ് തന്നെ തയ്യാറാക്കുവാൻ എത്രയോ ആളുകളാണ് നാം അറിയാതെ അധ്വാനിച്ചിട്ടുള്ളത്. നമ്മുടെ ഓരോ ദൈവാനുഗ്രഹത്തിൻ്റെയും പിന്നിൽ നാം അറിയാതെ അധ്വാനിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളെ ഓർമ്മിച്ചുകൊണ്ട് കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം